ഓൾറെഡി മീൽസ് എല്ലാം റെഡിയാണ്. നമ്മുടെ ഫുഡെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ചിക്കനൊക്കെയാണ്. ഇത് നമ്മുടെ നല്ല അടിപൊളി വലിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും കുറച്ച് അധികം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പച്ചക്കറി കട. പച്ചക്കറി കട എന്ന് പറയുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് കൊണ്ട് പാലും ഇവിടെ തന്നെയാണുള്ളത്. അട്ടിക്ക് വെച്ചിരിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനാണ്. നമസ്കാരം, ഞാൻ ശരത്ലാൽ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിയുടെ കെലിയയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പിൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോകും. അതായത് പച്ചക്കറിയും മസാല സാധനങ്ങളും മീനും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊവിഷൻ സ്റ്റോറിലേക്ക് പോകും. അതായത് പ്രൊവിഷൻ സ്റ്റോർ നമ്മളെ കപ്പലിലെല്ലാവരും അറിയാലോ, നമ്മൾ ഡെയിലി സാധനം മേടിച്ചാൽ ആഴ്ചയിൽ സാധനം മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ റൂമിലേക്ക് ഒന്ന് പോകും. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഒരു ചുമ്മാ ഒന്ന് കറങ്ങി വരാം പ്രൊവിഷൻ സ്റ്റോറിലേക്ക്. അപ്പോൾ ഇത് ബിടെക്കാണ്. ബിടെക്കിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം. ഇതാണ് വേ നമ്മളിതിൽ പോകുന്നു. റൂമാണ് ഇവിടെ കാണുന്നത്. മെസ് റൂമിലൂടെയാണ് നമ്മൾ പ്രൊവിഷൻ സ്റ്റോറിലേക്ക് പോകുക. പ്രൊവിഷൻ സ്റ്റോറിലേക്ക് നമ്മൾ ഓൾറെഡി മെസ് റൂമിൽ വന്നിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ട നമ്മുടെ 5th എഞ്ചിനീയർ ഇവിടെ ഓൾറെഡി ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഭക്ഷണം ഇതുവരെ എത്തിയിട്ടില്ല. ഭക്ഷണം ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. 6 മണിക്കാണ് ഡിന്നർ ടൈം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ലേറ്റായി കാണും. എന്തോ സ്പെഷ്യൽ ഡിഷുകൾ കാരണം ലേറ്റായി കാണും. 5th എഞ്ചിനീയർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഫുഡിന് വേണ്ടി വല്ലാണ്ട് വെയിറ്റ് ചെയ്ത് വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് പ്രൊവിഷൻ സ്റ്റോറിലേക്ക് പോകാം. അതിന് മുമ്പേ നമ്മൾ ഗേലിയിലേക്ക് കിടക്കണം. ഗേലി വഴിയാണ് നമ്മൾ പ്രൊവിഷൻ സ്റ്റോറിലേക്ക് പോകാം. ഇത് ഓൾറെഡി മീൽസ് എല്ലാം റെഡിയാണ്. നമ്മുടെ ഫുഡെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ചിക്കനൊക്കെയാണ്. അപ്പം നമുക്ക് എൻ്റെ കൂടെ കേട്ടിട്ട് ജസ്റ്റ് എനിക്ക് ഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രൊവിഷൻ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ വെറ്റ് പ്രൊവിഷൻ സ്റ്റോറിലൊന്ന് കയറി നോക്കാം. ആദ്യം ഇതാണ് നമ്മുടെ വെറ്റ് പ്രൊവിഷൻ സ്റ്റോർ. അതായത് നമ്മളുടെ മെയിനായിട്ടുള്ള ഈ കുറച്ച് അരികൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ചെറിയ സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ പ്രൊവിഷൻ സ്റ്റോർ. ഞാൻ പറഞ്ഞു വെറ്റ് പ്രൊവിഷൻ സ്റ്റോർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളത് നമുക്ക് കാണാം. അതായത് നമ്മുടെ എണ്ണയാണ്, കുറച്ച് എണ്ണ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ സൺഫ്ലവർ ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. കാരണം വെച്ചാൽ നമ്മൾ അടുത്ത പോർട്ടിൽ സ്റ്റോക്ക് വീണ്ടും എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ബാക്കി കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ കുറച്ച് നമ്മുടെ കടല കാര്യങ്ങൾ, പരിപ്പ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഈ സ്റ്റോറിൽ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല. ഇതിപ്പം ഓൾറെഡി ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റോറിൽ, നമ്മുടെ മെയിൻ സ്റ്റോറിൽ ഇപ്പോൾ അവിടെ ഓൾറെഡി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ചീഫ് കുക്ക് അവിടെ ഓൾറെഡി ഇൻവെൻറ്ററി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റോറിൽ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഓൾറെഡി നമ്മുടെ അച്ചാർ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മാഗിയുടെ സോസേജസ് ബാക്കി നമ്മുടെ നോർമൽ കോൺഫ്ലെക്സ് കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളുമാണ് ഇവിടെ നമ്മളുടെ ഈ സ്റ്റോറിലുള്ളത്. ഇതാണ് മെയിനായിട്ട് കോഫി പൗഡർ സംഭവങ്ങൾ. പിന്നെ ഒരുപാട് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് മെയിനായിട്ട് ഗ്രീൻ ടീ എല്ലാം കുടിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ സ്റ്റോറിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചു തരുന്നതേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ പച്ചക്കറി കടയിലേക്കാണ് പോകേണ്ടത്. അടുത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറി കടയിലേക്ക് ഒന്ന് പോകാം. മസാല സാധനങ്ങൾ കുറച്ച് കുറവാണ്, എന്നാലും ബാക്കിയുള്ള സാധനങ്ങളുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് കുറച്ച് മിനറൽ വാട്ടേഴ്സ് ആണ്. അപ്പം ഷിപ്പിൽ 2 വെള്ളമുണ്ട്, മിനറൽ വാട്ടറും ഉണ്ട്, പിന്നെ നമ്മൾ അല്ലാത്ത വെള്ളമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിട്ട് ഫ്രിഡ്ജ് റൂം, ഇത് റെഫ്രിജറേറ്റർ ചേമ്പറാണ്. അപ്പോൾ റെഫ്രിജറേറ്റർ ചേമ്പറിൽ പോകുന്നത് നമുക്ക് കാണാം. ഇത് ഓൾറെഡി ഇത് ലോ ടെമ്പറേച്ചർ ഏരിയ ആണ്, സ്മോക്കിംഗ് ഒന്നും പാടില്ല. പിന്നെ നമുക്ക് നെറ്റിൽ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് വരാം. നമ്മളുടെ ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്തു. ഇത് നമ്മുടെ നല്ല അടിപൊളി വലിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും കുറച്ച് അധികം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് തന്നെയാണുള്ളത്. കാരണം ഈ ഏരിയയും കോൾഡാണ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ ഈ ഏരിയയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പച്ചക്കറി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. പച്ചക്കറി ഇവിടെ ഒരുപാടുള്ളതുകൊണ്ടാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ റൂമിലൊന്ന് പോകാം. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ റൂമിലൊന്ന് പോയി നോക്കാം. നമ്മുടെ പച്ചക്കറി കട, ഇതാണ് നമ്മുടെ പച്ചക്കറി കട എന്ന് പറയുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് കൊണ്ട് പാലും ഇവിടെ തന്നെയാണുള്ളത്. നമുക്ക് കാണാം പാലുണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ പച്ചക്കറി ഒന്ന് നോക്കാം. നമുക്കിതാ മുരിങ്ങക്കായ്, പിന്നെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, കേബേജ്, ഒരുപാടുണ്ട് സംഭവങ്ങൾ, ഇഞ്ചി,
ബീൻസ്, വെണ്ട, എല്ലാ സംഭവങ്ങളും നമുക്കൊരുവിധം നമുക്ക് വീട്ടിലേക്ക് നമുക്ക് വേണ്ട ഒരു ചെറിയൊരു പച്ചക്കറി കടയിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം എക്സ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തും. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും സ്റ്റോക്ക് എടുക്കും. ഇതിപ്പോൾ സ്റ്റോക്ക് തീരാനായ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഫ്രൂട്ട്സ്, സെയിം ഫ്രൂട്ട്സ് ഇവിടെയാണുള്ളത്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വീറ്റ് മെലൺ, പിന്നെ അങ്ങനെ ബാക്കിയുള്ള ഫ്രൂട്ട്സ്, ആപ്പിൾ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം ആപ്പിളെല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആപ്പിൾ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ നമുക്ക് കാണാം നാരങ്ങ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് പറയാമല്ലോ യോഗേർട്ടെല്ലാം പിന്നെ കുറച്ച് യോഗേർട്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. യോഗേർട്സ് എല്ലാം മറ്റൊന്നും കൊണ്ടല്ല ഇത്. പിന്നെ ഇതാണ് നമ്മളുടെ നോർമൽ പിയേഴ്സ്, നല്ല ക്വാളിറ്റിയുള്ള പിയേഴ്സൊക്കെ, അടിപൊളി പിയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നോർമൽ നമ്മുടെ അനാറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ. അതായത് ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്, പിന്നെ പാല് സംഭവങ്ങൾ, അങ്ങനത്തെ എല്ലാമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൂമിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് നോർമൽ വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഷിപ്പിൽ കുറച്ചുകൂടി കൂടുതൽ സ്റ്റോക്കിൽ ഇവിടെ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ റൂമിലേക്ക് പോകാം. അത് നമ്മളുടെ മീറ്റ് റൂമാണ്. അതായത് മീറ്റ് റൂമിലെല്ലാം വളരെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഞാൻ ഉള്ളോട്ട് എൻ്റർ ചെയ്യത്തില്ല, ഭയങ്കര തണുപ്പായിരിക്കും. പുറത്തുനിന്ന് കാണിച്ചു തരാം. ഈ അട്ടിക്ക് വെച്ചിരിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനാണ്. അത് മൊത്തം ചിക്കനാണ്. പിന്നെ അവിടെ ചിക്കൻ, മട്ടൻ, ബീഫ്, പോർക്ക് കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ ഈ ഈ മീറ്റ് റൂമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് നോക്കിയാൽ അറിയാം അവിടെ നിന്ന് ഇങ്ങനെ തണുപ്പ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഫോഗ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് നമ്മളുടെ മീറ്റ് റൂം ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മളുടെ ഫിഷ് റൂമിലേക്ക് ഒന്ന് പോവാം. ഇതാണ് നമ്മുടെ ഫിഷ് റൂമിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഞാൻ അങ്ങോട്ട് പോകണില്ല. ഉള്ളിൽ ഒരുപാട് ഫിഷും ഐസ്ക്രീം കാര്യങ്ങളും കുറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു ആശാൻ കിടന്നുറങ്ങുന്നുണ്ട്. കിങ് ഫിഷ്. അപ്പോൾ ഈ കിങ് ഫിഷിനെ എടുത്ത് ഫ്രൈ ചെയ്യുന്ന നമുക്ക് വേറൊരു ഷൂട്ട് ചെയ്യാം വീഡിയോ. പിന്നെ വലിയ ഫിഷുകളൊക്കെ ഉണ്ടാവും. ഉള്ളോട്ട് ബോക്സിലാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വളരെ ഫ്രോസൺ ഐറ്റംസ് ആണ്. അപ്പം ഫിഷ് റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് റൂമിലുള്ള ഐറ്റംസ്. ഞാൻ ഓരോ ഐറ്റംസ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് റൂമും കാര്യങ്ങളെ പറ്റും, പ്രൊവിഷൻ സ്റ്റോറിനെ പറ്റിയിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന ഓരോ റൂമിലും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ മീറ്റ് റൂം -14.5, ഫിഷ് റൂം -17, ബെഡ്റൂം +4 ആൻഡ് ലോബി 12. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലോബി എന്ന് പറഞ്ഞാൽ മെയിൻ ഏരിയ നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങെല്ലാം കണ്ട സ്ഥലമാണ്. അപ്പോൾ ഓരോ ഏരിയയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചറിന് റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോഴേ ആ ഒരു സാധനം കേടാവാതിരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഈ ടെമ്പറേച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡെയിലി എപ്പോഴും ഇലക്ട്രിക്കൽ ഓഫീസർ എല്ലാവരും മോണിറ്റർ ചെയ്യും. ഇതിന് വല്ല കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളത് റിപ്പയർ ചെയ്ത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഞാനും കേടറ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങളുള്ളത് പ്രൊവിഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് ഇവിടുന്ന്. അതിന് ഒരു കാര്യം കൂടി കാണിച്ചാൽ ഇവിടെ നമ്മൾ ഇൻ കേസ് നമ്മളിപ്പോൾ പ്രൊവിഷൻ സ്റ്റോറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറിനകത്ത് നമ്മൾ സ്റ്റക്കായി പോയി. അപ്പോൾ നമുക്കിത് കോൾഡ് ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ മരിച്ചു പോകും. സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ മീൻസ് ഈ ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ അലാം അടിച്ചു കഴിഞ്ഞാൽ പുറത്ത് അലാം വരികയും അവർക്ക് മനസ്സിലാവും റെഫ്രിജറേറ്റർ ചേമ്പറിനുള്ളിൽ ആരോ സ്റ്റക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു അലേർട്ട് പുറത്ത് കിട്ടും. അതിനു വേണ്ടിയാണ് ഇതിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു പ്രൊവിഷൻ സ്റ്റോർ കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് കുറവായത് കാരണം റൂമൊന്നും അത്രയ്ക്ക് മെസ്ഡപ്പ് അല്ല, വളരെ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.